എല്ലാവർക്കും ദ കോഫി മഗിൻ്റെ വക വിഷുദിന ആശംസകൾ. ഇന്ന് വിഷു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അരിപ്പായസം ഉണക്കലരി വെച്ചിട്ടാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമായിട്ടുള്ളൊരു പായസമാണിത്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. അരിപ്പായസം ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കണം. അതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് ഉണക്കലരി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരി എന്ന് പറയുന്നത് 200 ഗ്രാം ഉണ്ട് കേട്ടോ. ഈ അരി പല പ്രാവശ്യം കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. അരമണിക്കൂറിന് ശേഷം വീണ്ടും 1-2 പ്രാവശ്യം കൂടി കഴുകിയെടുത്തു. കഴുകിയെടുക്കുമ്പോൾ മുഴുവനെ കിടക്കാതെ ഞെരടി കൊടുക്കുകയാണെങ്കിൽ അരി ചെറിയ പീസുകളായി കിട്ടും. അരി മുഴുവനെ കിടന്നാൽ പായസം കുടിക്കുമ്പോൾ അത്ര സുഖമുണ്ടാകില്ല. ഇനി ഇതിലേക്ക് 3.5 കപ്പ് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാല് ഞാൻ 3 കപ്പ് തേങ്ങയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 3 വിസിലൊക്കെ വന്നാൽ മതി കേട്ടോ. 3 വിസിലിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ പോവാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. അടുത്തത് ശർക്കര പാനിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് നാടൻ ശർക്കരയാണ്. ഇത് 400 ഗ്രാം ഉണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തേക്കുവാണ്. ഇത് നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അളവ് കപ്പിന് 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ച് പാനിയാക്കി എടുക്കണം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന പതയില്ലേ, അത് ശർക്കരയിലുള്ള അഴുക്കാണ്. അത് പറ്റുന്നിടത്തോളം കോരിയെടുത്ത് കളയണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ശർക്കരയിൽ നല്ലതുപോലെ കരടൊക്കെ കാണും. ഇപ്പോൾ പാനി റെഡി ആയിട്ടുണ്ട്. ഇനി പായസം തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. അരിയിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ കുറച്ച് മുറുകി വരും. അതിനാൽ തന്നെ നല്ലതുപോലെ വെന്തില്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോൾ അരി കടിച്ച് കിടക്കും. അതുകൊണ്ട് തന്നെ അരി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ മധുരം ചേർക്കാവൂ. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും കരടൊക്കെ ഉണ്ട് ഇതിൽ. ഇനി തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് പാനി വറ്റിച്ചെടുക്കണം. കഷ്ണങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ ഉടച്ചിട്ട് കൊടുക്കാം. ശർക്കരപ്പാനിയിൽ കിടന്ന് അരി നന്നായി വരണ്ട് കിട്ടണം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് വരട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ അരിയിലേക്ക് ശർക്കരയുടെ ഫ്ലേവറൊക്കെ ചെന്ന് നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2.5 കപ്പ് പാലുണ്ട് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ 3 കപ്പ് ചിരികിയ തേങ്ങയിൽ നിന്നാണ് പാലെടുത്തിരിക്കുന്നത്. 1-ാം പാലിനായിട്ട് 3 കപ്പ് ചിരികിയ തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തു. 2-ാം പാലിനായി തേങ്ങാപ്പീരയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുത്തു. 3-ാം പാലിനായി തേങ്ങാപ്പീരയിലേക്ക് 3.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം തേങ്ങയിൽ നിന്നാണ് 3 കപ്പ് ചിരകിയ തേങ്ങ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ പാലും ഇളക്കി കൊടുത്തുകൊണ്ട് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് പായസത്തിന് എത്ര കുറകൾ വേണമെന്നനുസരിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ പാല് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പായസം നന്നായിട്ട് കുറുക്കിയാട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പാല് വറ്റിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും കുറകൾ വേണ്ടെങ്കിൽ പാൽ ഇത്രയും വറ്റിച്ചെടുക്കണ്ട. ചൂടാറുന്നതനുസരിച്ച് പായസം കുറച്ചുകൂടി കുറുകി വരുമല്ലോ. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇവ നമ്മുടെ പായസത്തിന് നല്ല ഫ്ലേവർ തരും. ഏലക്കാപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുൻപ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പായസങ്ങളുടെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 2 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അവസാനമായി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തും തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചെടുക്കണം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് മറിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. പാലെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അടുത്ത് നമുക്ക് പായസത്തിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർക്കണം. അതിനൊരു ചെറിയ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 10-12 കാഷ്നട്ട് സ്പ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. കാഷ്യൂസിൻ്റെ കളർ ചെറുതായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന കാഷ്യൂസിനും ഉണക്കമുന്തിരിക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇവ പായസത്തിലേക്ക് നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇവയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.